തണ്ണിമത്തൻ ജ്യൂസ് ഇഷ്ടമല്ലാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടോ? പക്ഷേ എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല കേട്ടോ. ഒരുപാട് വർഷങ്ങളായി ഞാൻ ഈ ഒരു സംഭവം വെറുത്തിട്ട്. കഥ കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? എന്നാൽ ചെറിയൊരു കഥയാവാം. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഞാനൊരു 4ലോ 5ലോ ഒക്കെ പഠിക്കുന്ന സമയത്ത് ഒരു തണ്ണിമത്തൻ ജ്യൂസ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ജ്യൂസൊന്ന് പൂർണ്ണമായിട്ടും അതിനെ പറയാൻ പറ്റത്തില്ല. തണ്ണിമത്തനെ കുട്ടി പീസുകളായിട്ട് അരിഞ്ഞിട്ട് അതിൻ്റെ അകത്തേക്ക് പഞ്ചസാര മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി എടുത്ത ഒരു സംഭവം. കുറച്ച് ജ്യൂസും അതോടൊപ്പം തണ്ണിമത്തൻ കഴിക്കാനും കിട്ടുന്ന ഒരു ഐറ്റം. അത് കഴിച്ച് ഞാൻ ഒരുപാട് ഛർദ്ദിച്ചു. അന്നുണ്ടായ ആ ഒരു ഛർദ്ദിലിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണെന്ന് തോന്നുന്നു. പിന്നീട് ഇത്രയും വർഷങ്ങളായിട്ടും എനിക്ക് തണ്ണിമത്തൻ ജ്യൂസ് കുടിക്കാനേ പറ്റിയിട്ടില്ല കേട്ടോ. അതെനിക്ക് ഒട്ടും സെറ്റാവില്ല എന്ന് തോന്നിയിരുന്നു. തണ്ണിമത്തൻ കഴിക്കും, ഫ്രിഡ്ജിൽ വെച്ച് തണുത്ത തണ്ണിമത്തൻ കഴിക്കാൻ ഇഷ്ടമാണ്. ജ്യൂസായിരുന്നു പ്രശ്നം. പക്ഷേ ആ ഒരു ഇഷ്ടക്കേട് മാറ്റിയിട്ടുള്ളൊരു ഐറ്റമാണ് ഇന്ന് ഞാൻ ട്രൈ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒക്കെ അറിയായിരിക്കും. ഇനി അറിഞ്ഞൂടാത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. തണ്ണിമത്തൻ എടുത്തിട്ട് മിക്സിയിലിട്ട് അടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കുരുവൊക്കെ ചെറുതായിട്ടൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. മൊത്തത്തിലൊന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല. മാക്സിമം പറ്റുന്ന കുരുവൊക്കെ ഞാൻ മാറ്റി എടുക്കുന്നുണ്ട്. അതിൻ്റെ അകത്തേക്ക് ഒരു 3 പഴം ചേർക്കുന്നുണ്ട് കേട്ടോ. ഞാലിപ്പൂവൻ പഴമാണ് ഞാൻ ചേർക്കുന്നത്. നമുക്ക് ഏത്തപ്പഴമോ റോബസ്റ്റയോ ഏത് വേണമെങ്കിലും ചേർക്കാം, പ്രശ്നമൊന്നുമില്ല. ഒരു 3 പഴവും കൂടി ഇട്ടിട്ട് ഞാനിത് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കാൻ പോവാണ്. പഞ്ചസാര വേണമെങ്കിൽ ചേർത്താൽ മതി, അതൊക്കെ തികച്ചും ഓപ്ഷണലാണ്, നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. ഞാൻ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 2-3 സ്പൂൺ പഞ്ചസാര ഞാൻ എൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വൈകിട്ട് സ്കൂൾ വിട്ട് വരാനുള്ള സമയമായി. അപ്പോൾ എന്തെങ്കിലും ഇതുപോലെ ജ്യൂസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമായിട്ട് അവർക്ക്. അത് എല്ലാവർക്കും അങ്ങനെയാണല്ലോ. അപ്പോൾ അതേ ഞാനിവിടെ നല്ല രീതിക്ക് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കൂ. ഇത്രയും വർഷത്തെ എൻ്റെ ഒരു ഇഷ്ടക്കേട് മാറ്റിയ ഐറ്റമാണ്. അപ്പോൾ കുറച്ചൊക്കെ കൊള്ളായിരിക്കുമല്ലോ. ഒന്ന് ട്രൈ ചെയ്ത് ഓക്കെ.